ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ ഇന്ന് കാളകെട്ട് മഹോത്സവം. 52 കരകളിൽ നിന്നായി നിരവധി കെട്ടുകാളകളാണ് പടനിലത്തേക്ക് എത്തുക. ഓണാട്ടുകരക്കാരുടെ 28ാം ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് കാളകെട്ട് നടക്കുന്നത്. ഷമീർ അബ്ദുള്ളാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഷമീർ, കാളകെട്ട് എന്ന് പറഞ്ഞാൽ ആചാരപ്പെരുമയും അതുപോലെ തന്നെ കാഴ്ചയുടെ ആ ഒരു ഇതും കൊണ്ടൊക്കെ തന്നെ വളരെ പ്രസിദ്ധമാണ്. എത്രമാത്രം ആളുകളാണ് അതിൽ പങ്കാളികളാകുന്നത്? സംഗീത, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓച്ചിറ പടനിലത്താണ്. ഓച്ചിറ പരബ്രഹ്മ സന്നിധിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടേക്കാണ് എല്ലാ കെട്ടുകാളകളും എത്തുക. ഏതാണ്ട് 200-ലധികം കെട്ടുകാളകളാണ് അല്പസമയത്തിനകം ഇവിടെ എത്തുക. പുലർച്ചെ വരെ കെട്ടുകാളകരെ എഴുന്നള്ളിക്കുമെങ്കിലും ചെറിയ കെട്ടുകാളകളടക്കമുള്ളവ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ക്ഷേത്ര മൈതാനത്തേക്ക് എത്തിക്കഴിഞ്ഞു. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ നിന്ന് കാണാം. വലിയ കെട്ടുകാളകൾ ഇവിടേക്ക് കടന്നു വരികയാണ്. ക്ഷേത്രത്തിന്റെ മുൻ കവാടത്തിലൂടെ കടന്നു വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ 72 അടി ഉയരമുള്ള കെട്ടുകാളകൾ വരെ ഈ പടനിലത്തേക്ക് എത്തും. അതിൽ ഓരോ കരക്കാരും അവരുടെ കെട്ടുകാളകൾക്ക് വലിയ ആഢ്യത്തോടു കൂടിയാണ് ഇവിടെ എത്തിക്കുന്നത്. വിശ്വപ്രജാപതി കാലഭൈരവൻ, ഓണാട്ട് കതിരവൻ, വജ്ര തേജോമുഖൻ, രൗദ്ര ബ്രഹ്മ ഋഷഭൻ, അഘോര രുദ്ര നേത്രൻ, പ്രയാർ വടക്ക് ശിവപ്രിയൻ, കിണറുമുക്കു കൊമ്പൻ, പായിക്കുഴിക്കര ഇടംപിരി വലംപിരി, വാരനാട് കൊമ്പൻ, അമ്പലക്കര കൊമ്പൻ തുടങ്ങി 15 കൂറ്റൻ കെട്ടുകാളകളാണ് ഇത്തവണ ഇവിടേക്ക് എത്തുന്നത്. അത് മത്സരിച്ചുകൊണ്ടാണ് എത്തുന്നത്. കഴിഞ്ഞ തവണ നമുക്കറിയാം കാലഭൈരവൻ ഇത്തരത്തിൽ ഇവിടെ ഇലക്ട്രിസിറ്റി ലൈനിലേക്ക് തട്ടുകയും താഴെ വീണ് അത് കത്തിപ്പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ ഇത്തവണ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഓച്ചിറ പരബ്രഹ്മ സന്നിധിയിലേക്ക് ഓച്ചിറക്കാരുടെ കാർഷിക സമൃദ്ധിയുടെ ഉത്സവം അരങ്ങേറുക. നമ്മളിപ്പോൾ കാണുന്ന ഈ മൈതാനം അക്ഷരാർത്ഥത്തിൽ അല്പസമയത്തിനകം തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ മൈതാനത്തേക്ക് എത്തിച്ചേരും. അവരുടെ വലിയ ആഘോഷമാണ്. ഈ ഓണനാളുകൾ അവർ വലിയ ആഘോഷം നടത്തില്ല എങ്കിൽ പോലും തിരുവോണം, അവരുടെ പ്രധാനപ്പെട്ട ഓണം, അത് 28ാം ഓണ ദിവസമാണ്. ആ ഓണനാളിലാണ് അവരുടെ പ്രധാനമായും ഓണ പരിപാടികളും ഓണത്തിന് സദ്യ ഒരുക്കുകയൊക്കെ ചെയ്യുന്നത്. ഓണാട്ടുകര ഈ ദിവസത്തിലാണ്. അത് ഓണാട്ടുകരയുടെ ഉത്സവം കാണാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും 72 കൂറ്റൻ കാളകൾ അല്പസമയത്തിനകം ഈ നമ്മൾ നിൽക്കുന്ന ഈ ഓച്ചിറ പരബ്രഹ്മ സന്നിധിയിലേക്കും. ഇവിടെ കാളകളുടെ പൊക്കത്തിലും തലയെടുപ്പിലും ഒരു മത്സരമുണ്ട്. അത് എല്ലാ തവണയും അത്തരത്തിൽ ആ മത്സരം നടക്കാറുണ്ട്. ഇത്തവണയും വിശ്വപ്രജാപതി കാലഭൈരവൻ എങ്ങനെയായിരിക്കും ഇവിടേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ കാലഭൈരവനെയും അതുപോലെ മറ്റ് കാളകളെയും കാണാനായി വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇപ്പോൾ തന്നെ ക്ഷേത്ര മൈതാനത്തേക്ക് എത്തിക്കഴിഞ്ഞു. സംഗീത. ഷമീർ, ഈ ഓച്ചിറ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മേൽക്കൂരയൊന്നുമില്ലാത്ത തുറന്ന പ്രദേശത്തുള്ള തുറസായ പ്രദേശത്തുള്ള ക്ഷേത്രമാണ്. വലിയ വെയിലൊക്കെ ആണെങ്കിൽ പോലും നിരവധി ആളുകൾ ഇതിൽ പങ്കാളികളാകാൻ എത്തുന്നു എന്നുള്ളതാണ്. സ്ത്രീകളടക്കമുള്ള ആളുകൾ അതിൽ കാണാം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ അവർ നൃത്തം ചെയ്തും ആസ്വദിച്ചുമൊക്കെയാണ് എത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ എത്രമാത്രം വലിയൊരു ജനപങ്കാളിത്തമാണ് അവിടെ സ്ഥിരമായി ഉണ്ടാകാറുള്ളത്? നമുക്കറിയാം, ഈ തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രമാണ്. പക്ഷേ ഇവിടെ ആരാധനാമൂർത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓച്ചിറയിൽ ഒരു അമ്പലം പണിഞ്ഞിട്ടില്ല. ഈ ഓച്ചിറ സന്നിധിയിൽ തന്നെ അവരുടെ ദൈവം കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. ആ വിശ്വാസത്തെ അനുശാസിച്ചുകൊണ്ടാണ് ഈ കാളകളെ ഇവിടേക്ക് എത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ചെറിയ ചെറിയ നന്ദികേശന്മാരെ നേർച്ച വഴിപാടുകളായിട്ട് ഭക്തർ ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. അത് എപ്പോൾ വന്നാലും നമുക്ക് ഓച്ചിറ ക്ഷേത്രത്തിൽ അത് കാണാൻ കഴിയും. പക്ഷേ ഏറ്റവും കൂടുതൽ ഇത്തവണ ഏതാണ്ട് 200-ലധികം കെട്ടുകാളകളെയാണ് അവർ ആ ആചാരപ്പെരുമ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി ഈ 28ാം ഓണ ദിവസം ഈ ക്ഷേത്ര മൈതാനത്തേക്ക് എത്തിക്കുന്നത്. അത് നമുക്കറിയാം, ഇന്ന് കരുനാഗപ്പള്ളി മുതൽ ഏതാണ്ട് ആലപ്പുഴ ജില്ലയിൽ വരെ ഗതാഗത പരിഷ്കരണമുണ്ട്, ഗതാഗത ക്രമീകരണമുണ്ട്. അത്രത്തോളം കാളകൾ അവർ കഴിഞ്ഞ ഓണത്തിന് തിരുവോണം 28ാം ഓണം കഴിഞ്ഞ് ആരംഭിക്കുന്ന കെട്ടുകാള ഒരുക്കൽ അത് ഈ 28ാം ഓണ ദിവസം വരെ ഒരുക്കിയ ശേഷം അത്രയും പണികൾ പൂർത്തീകരിച്ച ശേഷമാണ് ഇത്തരത്തിൽ ഈ കാളകളെ ഒരുക്കി ഇവിടേക്ക് കൊണ്ടുവരുന്നത്. സിമന്റ് കൊണ്ടുണ്ടാക്കിയ കാളകളുണ്ട്. അതുപോലെ തന്നെ പലതരം കച്ചികൾ ഉപയോഗിച്ചുകൊണ്ട് കാളകളുണ്ട്. അങ്ങനെ വിവിധ തരം സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കാലഭൈരവന്മാർ, നമുക്കറിയാം കഴിഞ്ഞ തവണ കാലഭൈരവനായിരുന്നു ഏറ്റവും ഉയരം കൂടിയ കാളയായിരുന്നു കാലഭൈരവൻ. ആ കാലഭൈരവനെ കാത്തുള്ള ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ഈ 52 കരക്കാരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട
കാളകളെ കാണാനും ആ കാളകൾക്കും നന്ദികേശന്മാരുടെ ഫാൻസുകളായിട്ടുള്ള ആളുകൾ ഈ ക്ഷേത്ര മൈതാനത്തേക്ക് നമുക്ക് തൃശ്ശൂർ പൂരത്തിന് ആനകളുടെ ഒരു പൂരമാണെങ്കിൽ ഇവിടെ ഇത്തരത്തിൽ ഈ നന്ദികേശന്മാരുടെ ഒരു പൂരമാണ് അല്പസമയത്തിനകം ഇവിടെ അരങ്ങേറുന്നത്. അതിനായി ഓച്ചിറ പരബ്രഹ്മസന്നിധി ഒരുങ്ങിയിരിക്കുന്നു. ഈ ഓച്ചിറയിലും പരിസരത്തുമുള്ള ഉണാട്ടുകരയിലെ മുഴുവൻ ജനങ്ങളും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. സംഗീത. ശരി ഷമീർ, ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലാണ് കാളകെട്ട് മഹോത്സവം. നിരവധി ആളുകളാണ് അതിന്റെ ഭാഗമായി ഇതിൽ പങ്കാളികളാകാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. കാളക്കൂറ്റന്മാർ ഇപ്പോൾ ഓച്ചിറ ക്ഷേത്രത്തിലേക്ക് അവരെ സ്വീകരിച്ചു കൊണ്ടുവരികയാണ്. വാദ്യമേളഘോഷത്തോട് കൂടിയിട്ട് നിരവധി ആളുകൾ ആചാരപ്പെരുമയും അതുപോലെ തന്നെ കാഴ്ച കാണാനുള്ള ഒരു ഭംഗി കൊണ്ടൊക്കെ വളരെയധികം പ്രശസ്തവും പ്രസിദ്ധവുമാണ് ഓച്ചിറ കാളകെട്ട്. നിരവധി കാളകൾ പടനിലത്തിലേക്ക് എത്തുന്നു. അതിന്റെ സമഗ്രമായ വിവരണവും ആണ് ഷമീർ അബ്ദുൾ ഇപ്പോൾ നൽകിയത്.